ഹായ് ഗായ്സ്, അവോധയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബാങ്ക് ടെസ്റ്റിനെ പറ്റിയാണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവരും ബാങ്ക് ടെസ്റ്റിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരായിരിക്കും അല്ലെ, അതിന് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ലെ. അപ്പോൾ എങ്ങനെയാണ് ബാങ്ക് ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുക, അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ അവോധ മുന്നിലേക്ക് വെക്കുന്നു ബാങ്ക് ടെസ്റ്റ് കോച്ചിങ്. 11ഓളം ബാങ്കുകളിൽ നിന്നാണ് ഇപ്പോൾ ടെസ്റ്റുകൾക്കായിട്ട് വിളിച്ചിരിക്കുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ജോലി, ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു ബാങ്ക് ജോലി എങ്ങനെ നേടാം, അതിനുള്ള വഴി എന്താണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ബാങ്ക് ടെസ്റ്റിൽ പഠിക്കാനുള്ളത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. മാത്തമാറ്റിക്സ്, റീസണിംഗ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റുകളാണ് അവോധ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് കോച്ചിങ്ങിലൂടെ നൽകുന്നത്. മാത്തമാറ്റിക്സ്, റീസണിംഗ്, ഇംഗ്ലീഷ്, ഈ 3 സബ്ജക്റ്റുകളാണ് അവോധ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് ടെസ്റ്റിലൂടെ തരാൻ പോകുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള 11ൽ പരം ബാങ്കുകളിലേക്കാണ് ഇപ്പോൾ ടെസ്റ്റുകൾ നടന്നു വരുന്നത്. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ 4 മാത്രമല്ല വരുന്നത്, ഇങ്ങനെ വരുന്ന 11ഓളം ബാങ്കുകളിലേക്കാണ് ഇപ്പോൾ ടെസ്റ്റുകൾ നടന്നു വരുന്നത്. ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സുകളാണ് അവോധ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് അല്ലെ, മാത്തമാറ്റിക്സും ഇംഗ്ലീഷും ആണെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് മാത്സും ഇംഗ്ലീഷും ആണ്. അതിനകത്ത് ഏതൊക്കെയാണ് മാത്സിൽ വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാത്തമാറ്റിക്സിൽ വരുന്നത് ഫണ്ടമെന്റൽസ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്, നമ്പർ സിസ്റ്റം. ഈ 4 മാത്സിൽ വരുന്നത് കേട്ടോ. അതിനുശേഷം വരുന്നത് ഇംഗ്ലീഷിൽ നമുക്ക് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും, അതായത് കരിക്കുലം ആയിരിക്കും നമുക്ക് വരുന്നത്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ബാങ്ക് ടെസ്റ്റിലൂടെ അവോധ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ, വളരെ ടിപ്സും ട്രിക്സും എല്ലാം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.